ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കുറ്റപത്രം സമർപ്പിക്കാതെ ഒളിച്ചുകളി തുടർന്ന് SIT. കേസിൽ അറസ്റ്റ് ചെയ്തവർ എല്ലാവരും ജയിൽ മോചിതരായിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM-ഉം ഇടപെട്ടതാണ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്നാണ് വിമർശനം. കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ സംശയം ഉന്നയിച്ചതാണ്. അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്നാരോപിക്കുകയും ചെയ്തിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് കേസന്വേഷണം നീങ്ങുന്നത്. സ്വർണ്ണക്കവർച്ചയിൽ അറസ്റ്റിലായ പ്രതികളെല്ലാം തന്നെ ജയിൽ മോചിതരായി ആഴ്ചകൾ പിന്നിടുമ്പോഴും ഇനിയും കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മാസങ്ങളോളം കേസ് അന്വേഷിച്ചു. യാതൊരു തുമ്പും കിട്ടിയില്ല. കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലും സംസ്ഥാനത്തിനകത്തുമായി കാടടച്ച് അന്വേഷണം നടത്തിയിട്ടും കേസിലെ പ്രധാനി ആര് എന്ന് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കു വേണ്ടിയാണ് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു കടത്തിയത് എന്നും കേസിലെ തൊണ്ടി മുതലായ സ്വർണവും അന്വേഷണത്തിന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അറസ്റ്റിലായ പ്രതികളെല്ലാം തന്നെ സ്വർണ്ണക്കവർച്ചയിലെ പ്രധാനികളാണ്. ഇവർ എല്ലാവരും ജയിൽ മോചിതരായതിന് കാരണവും അന്വേഷണ സംഘത്തിന്റെ ഗുരുതര വീഴ്ച മൂലമാണ്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. ഇതോടെ പ്രതികളെല്ലാവരും തന്നെ കൂട്ടമായി സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങി. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച. പരിപാവനമായ സന്നിധാനത്തെ അയ്യന്റെ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിളപ്പാളികളിൽ നിന്നും സ്വർണം കവർച്ച ചെയ്തത് CPM-കാരാണ്. ഇതുകൊണ്ടാണ് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് അന്വേഷണ സംഘം സ്വീകരിക്കുന്നത് എന്നാണ് ആക്ഷേപം. ജനം, തിരുവനന്തപുരം.